Hello dear friends, welcome back to the class. We were on the biography of Stephen Hawking, Quest for the Theory of Everything. In the last class, we saw where Hawking's early education was. We knew his favorite subjects and his ambition. We found how he reached Cambridge University. We understood that he contracted ALS disease, amyotrophic lateral sclerosis, after his 21st birthday. And when his disease aggravated, the doctors informed him that he had only about 2 more years to live. It was there we stopped in the last class. Okay, let's move on to the rest of the lesson. 2 years passed. The progression of the disease had slowed. അങ്ങനെ 2 വർഷങ്ങൾ കടന്നു പോവുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞത് 2 കൊല്ലത്തിൻ്റെ ഉള്ളിൽ തീരുമാനമാവുന്നതാണ് അല്ലേ. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞു. The progression of the disease had slowed. ഡിസീസിൻ്റെ ആ പ്രോഗ്രഷൻ, ഡിസീസിൻ്റെ വർധനവിൻ്റെ തോത് കുറഞ്ഞു വന്നു. I didn't die. സ്റ്റീഫൻ ഹോക്കിങ് തന്നെ പറയുകയാണ് അല്ലേ. സ്റ്റീഫൻ ഹോക്കിനോട് ചോദിച്ചപ്പോൾ പറയുകയാണ്, ഞാൻ ചത്തില്ല. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ തന്നെയായിട്ടുള്ള ലാംഗ്വേജ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കിറ്റി ഗേൽ ഫെർഗ്യൂസൺ എന്നുള്ളതാണ് സബ്ജക്റ്റ് കാണാം. In fact, although there was a cloud hanging over my future, even though I was uncertain about my future, എൻ്റെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലെങ്കിലും എൻ്റെ ഭാവിയുടെ മുകളിൽ കരിനിഴൽ വീണ് കിടക്കുകയാണെന്നാണ് പറയുന്നത് അല്ലേ. There was a cloud hanging over my future. എന്താണ് തൻ്റെ ഭാവിയുടെ മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്നത്? ഈ രോഗമാണല്ലേ, ALS ആണ്. I found to my surprise that I felt myself surprised. എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. കാരണം I was enjoying life in the present more than before. ഇപ്പോഴുള്ള ജീവിതമാണ്, അതായത് ഈ അഫക്റ്റഡ് ലൈഫ്, രോഗാതുരമായ അവസ്ഥയിലുള്ള ഈ ജീവിതം, അതാണ് അദ്ദേഹം കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്. ഇതിനേക്കാൾ മോർ ദാൻ ബിഫോർ, ഒരു പ്രശ്നമില്ലാത്ത കാലത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് ഈ മരണത്തെ കാത്തുകിടക്കുന്ന സമയത്തെ ജീവിതമാണ്. ടോട്ടൽ ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, though still a not too distant certainty, were postponed. He knew that ഡിസബിലിറ്റി ആൻഡ് ഡെത്ത്, ദീസ് 2 things ആർ സർട്ടൺ. ഇത് രണ്ടും സംഭവിക്കും. തനിക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങളുണ്ടാവും, ഡിസബിലിറ്റി ഉണ്ടാവും, അതുപോലെ തന്നെ മരണവും ഉറപ്പാണ്. അതൊരിക്കലും ഒരുപാടങ്ങ് അകലെയല്ല. ദോ സ്റ്റിൽ നോട്ട് ടു ഡിസ്റ്റൻറ്റ് സർട്ടൻറ്റി, അധികം വിദൂരമല്ലാത്ത ഉറപ്പായ ഒരു കാര്യമാണ് അല്ലേ, സർട്ടൻറ്റിയാണ്. അതെന്ത് സംഭവിച്ചിരിക്കുന്നു എന്ന് മാത്രം, ജസ്റ്റ് പോസ്റ്റ്പോൺഡ്, ഒന്ന് ചെറുതായിട്ടൊന്ന് നീട്ടിക്കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. ഹോക്കിംഗ് ഹാഡ് ഹിസ് റിപ്രീഫ്. ഹോക്കിങ്ങിന് തൻ്റെ ആശ്വാസം ലഭിക്കുകയാണ്, റിപ്രീവ് ചെയ്യുകയാണ്, റിലീഫ് കിട്ടുകയാണ്. എ പ്രിക്കാരിയസ് ആൻഡ് എ ടെമ്പററി വൺ. പ്രിക്കാരിയസ് മീൻസ് അൺസേർട്ടൺ ആയിട്ടുള്ള, അനിശ്ചിതമായിട്ടുള്ള, അതുപോലെ തന്നെ ടെമ്പററിയാണ്, താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ലൈഫ് വാസ് പ്രഷ്യസ്. എന്തൊക്കെയായാലും ശരി, ജീവിതം എന്നുള്ളത് അമൂല്യമാണല്ലോ. മരിക്കാൻ പോകുമ്പോഴാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ വില അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അറ്റ് എ ന്യൂ ഇയേഴ്സ് പാർട്ടി അറ്റ് സെൻറ്റ് ആൽബൻസ്. സെയിൻറ്റ് ആൽബൻസിനെ കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ട് ഈ പാഠത്തിൽ അല്ലേ. വെസ്റ്റ്മിനിസ്റ്റർ പബ്ലിക് സ്കൂളിൽ ചേരാൻ സാധിക്കാതെ ആദ്യം നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ് ചേർന്നത് സെൻറ്റ് ആൽബൻസിനായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നടന്ന ഒരു ന്യൂ ഇയേഴ്സ് പാർട്ടിയിൽ കുറേ കാലത്തിന് ശേഷം അവിടെ ഒരു പാർട്ടി നടക്കുകയാണ്. ജസ്റ്റ് ബിഫോർ ഹി എൻറ്റേർഡ് ദ ഹോസ്പിറ്റൽ ഫോർ ടെസ്റ്റുകൾക്കൊക്കെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി സെൻറ്റ് ആൽബൻസിൽ വെച്ചിട്ട് ഒരു ന്യൂ ഇയർ പാർട്ടി നടക്കുന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഹോക്കിങ് മെറ്റ് ജെയിൻ വെയിൽഡ് എന്ന് പറയുന്ന ഒരു യുവതിയെ കണ്ടുമുട്ടുന്നു. ടു ഹർ, ജെയിൽ വെയിൽഡിനെ സംബന്ധിച്ചിടത്തോളം, ദിസ് ഡിഷവൽഡ് ഗ്രാജുവേറ്റ്, അൺടൈഡി ഇൻ അപ്പിയറൻസ്, കണ്ടാലൊരു വൃത്തികെട്ട ലുക്ക് അല്ലേ, ഒരു വൃത്തിയില്ലാത്ത ഗ്രാജുവേറ്റ് ആണ്, ബിരുദധാരിയായിട്ടുള്ള ഈ ഒരു സ്റ്റുഡൻറ്റ്, സീം ടെറിബിളി ഇൻ്റലിജൻറ്റ്, ഒടുക്കത്തെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് തോന്നുകയാണ്. അതുപോലെ തന്നെ എക്സെൻട്രിക് എന്ന് പറഞ്ഞാൽ നോട്ട് നോർമൽ, കുറച്ച് പിരിലൂസായ ഒരു മനുഷ്യനെ പോലെ, അരവട്ടനായിട്ടുള്ള ഒരാളെ പോലെ. ആൻഡ് റാദർ അരഗൻറ്റ് മീൻസ് പ്രൗഡ്, അല്ലെങ്കിൽ റഫ് എന്നൊക്കെ പറയും അല്ലേ. കുറച്ച് അഹങ്കാരമുള്ള, എക്സെൻട്രിക് ആയിട്ടുള്ള, ഭയങ്കര ബുദ്ധിശാലിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു അൺടൈഡി ആയിട്ടുള്ള അപ്പിയറൻസ് ഉള്ള മനുഷ്യനെന്ന് ജെയിൻ വെയിൽഡിന് മനസ്സിലാവുകയാണ്. പലരെയും അങ്ങനെ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് ബുദ്ധിജീവികളൊക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ തങ്ങളുടെ അപ്പിയറൻസിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അങ്ങനെ നടക്കുന്നുണ്ടാവും. വല്ല പ്രാകൃത മനുഷ്യന്മാരെ പോലെ, കാട്ടാളന്മാരെ പോലെ. ഏതാണ്ട് നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്സും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത്. തൻ്റെ അപ്പിയറൻസിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ അങ്ങനെ നടന്നു പോകുന്നൊരു മനുഷ്യൻ. ബട്ട് ഹി വാസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഷീ ലൈക്ഡ് ഹിസ് വിറ്റ്. അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ട് തോന്നുകയാണ്. അതുപോലെ തന്നെ
ഇൻ്റലിജൻറ്റ് ഹ്യൂമേഴ്സിനെയാണല്ലോ വിറ്റ് എന്ന് പറയുക. അത് വളരെ ഇഷ്ടപ്പെട്ടു. When Jane met him again after his discharge from the hospital, he was really in a pathetic state. When Jane happened to meet him after the discharge from the hospital, his condition was very worse. ഹോക്കിംഗ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം ജെയിൻ അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു അല്ലേ. പത്തറ്റിക് മീൻസ് ദയനീയമായിട്ടുള്ളത്. ഐ തിങ്ക് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ്. ജെയിനിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്തിട്ടാണ് കിറ്റി ഗെയിൽ ഫെഗ്യൂസൺ അത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് ഇൻവെർട്ടർ കോമയുടെ ഉള്ളിൽ കാണാം, ഐ തിങ്ക് ഹി ഹാസ് ലോസ്റ്റ് ഹിസ് വിൽ ടു ലിവ്. ഹി ലോസ്റ്റ് ഓൾ ഹിസ് ഡിസയർ ടു ലിവ്. ഹി വാസ് വെരി കൺഫ്യൂസ്ഡ്. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. ഷീ കമൻറ്റഡ്. She was not, however, put off by his physical or mental condition. എന്തായാലും ശരി, our Jane, she was not, however, put off. Put off means lost faith. വിശ്വാസം നഷ്ടപ്പെടുക. By his physical or mental condition. He was physically very weak, mentally as well. Physically and mentally, our Stephen Hawking was so weak. He even stopped thinking of living any longer. She was rather a shy teenager. Now we can see the character of Jane Wilde. She was rather a shy teenager. Teenager ആണ്, ഷൈ ആണ്, അത്യാവശ്യം നാണമുള്ള, സീരിയസ് മൈൻഡഡ്, എല്ലാത്തിനെയും കാര്യമായിട്ടെടുക്കുന്ന, ഒന്നിനെയും നിസ്സാരവൽക്കരിക്കാത്ത, വിത്ത് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ് ഇൻഗ്രെയിൻഡ് ഫ്രം ചൈൽഡ്ഹുഡ് ബൈ ഹെർ മദർ. ഷീ ഹാഡ് എ സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ഗോഡ്. ദൈവവിശ്വാസമുള്ള ആ ദൈവവിശ്വാസം എവിടെ നിന്നാണ് കിട്ടിയിട്ടുള്ളത്? ഇൻഗ്രെയിൻഡ് മീൻസ് ഫിക്സഡ്, എസ്റ്റാബ്ലിഷ്ഡ്, ഡീപ്പ് റൂട്ടഡ് അല്ലേ. അവരുടെ ദൈവവിശ്വാസം രൂഢമൂലമായിട്ടുണ്ട് അവരുടെ കുട്ടിക്കാലത്ത് തന്നെ. ആരിൽ നിന്നാണ് അത് കിട്ടിയിട്ടുള്ളത്? ബൈ ഹർ മദർ. സോ ഷീ വാസ് മച്ച് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ഫിലോസഫി ഓഫ് ഹർ മദർ ആൻഡ് എ ബിലീഫ് ദാറ്റ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. അതായത് ഷീ വാസ് ഒപ്റ്റിമിസ്റ്റിക്. ഏതൊരു അഡ്വേഴ്സിറ്റിയിലും ഏതൊരു ദൗർഭാഗ്യ ഘട്ടത്തിലും തകർന്നു പോകാതെ ദൗർഭാഗ്യം മാറിയിട്ട് ഒരിക്കൽ നല്ലത് വരും എന്നുള്ളൊരു ചിന്ത, അതാണല്ലോ ഒപ്റ്റിമിസം. അത് അവർക്കുണ്ടായിരുന്നു. ഹോക്കിംഗ് അഡ്മയർഡ് ഹെർ ഒപ്റ്റിമിസം ആൻഡ് ദെയർ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്ഡ് സ്ലോലി. ഹോക്കിങ്ങും അവരുടെ ആ ശുഭാപ്തി വിശ്വാസം അല്ലെ, ഒപ്റ്റിമിസം അഡ്മയർ ചെയ്തു, ആദരിച്ചു. അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് പതുക്കെ വളരുകയാണ്. ആഫ്റ്റർ സം ടൈം the two began to realize, രണ്ടുപേരും മനസ്സിലാക്കാൻ തുടങ്ങി. both realized that, എന്താണ് ഇനി ജെയിനിൻ്റെ തന്നെ വാക്കുകളിൽ നമ്മുടെ ഓതർ അത് വെളിവാക്കുകയാണ്. that together we could make something worthwhile. that is, if we stood together we could do something important. നമ്മൾ ഒരുമിച്ച് നിന്നാൽ മൂല്യവത്തായ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് അവർ പറയുകയാണ്. for Stephen that made all the difference. Even though Stephen was physically and mentally very weak, even though he was much depressed, the influence of Jane Wilde make a big difference in his attitude. ജെയിൻ വൈൽഡിൻ്റെ ഇൻഫ്ലുവൻസ് ആണ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഒരുപാട് മാറ്റിയത്. ഹി അപ്ലൈഡ് ഫോർ എ റിസർച്ച് ഫെലോഷിപ്പ് അറ്റ് കെയ്സ്. അങ്ങനെ കീസ് എന്ന് പറയുന്ന കോളേജിൽ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള കോളേജാണ്, അവിടെ റിസർച്ച് ഫെലോഷിപ്പിന് അപേക്ഷിക്കുകയാണ് അല്ലേ, JRF ഒക്കെ പോലെ. ഇൻ 1965 at the age of 23 Hawking received his fellowship at Case. അങ്ങനെ കോളേജിൽ 23-ാമത്തെ വയസ്സിൽ ഹോക്കിങ്ങിന് ഫെലോഷിപ്പ് കിട്ടുകയാണ്. ആൻഡ് ഇൻ ജൂലൈ ഓഫ് ദ സെയിം ഇയർ ജെയിൻ ആൻഡ് ഹി വർ മാരീഡ്. അങ്ങനെ റിസർച്ച് ഫെലോഷിപ്പ് കിട്ടിയതിന് ശേഷം അതേ വർഷം തന്നെ രണ്ടുപേരും വിവാഹിതരാകുന്നു, ജെയിനും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ ഹോക്കിങ്ങും. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. ആ യൂണിവേഴ്സിറ്റിയിലെ പലരും ഹോക്കിങ്ങിനെ ഇപ്പോൾ ഓർക്കുന്നത് എങ്ങനെയാണ്? 1960-കളിലെ ഹോക്കിംഗ്. He was making his way means walking or moving around the corridors. ഇടനാഴിയിലൂടെ അങ്ങനെ നടക്കുന്നത് with a cane. It was with the help of a cane. നടക്കുന്നത് ഒരു ചൂരൽ വടിയുടെ സഹായത്താലാണ്. സപ്പോർട്ടിങ് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ വാൾ. വടികുത്തി ചുമരിൽ പിടിച്ചാണ് സ്റ്റീഫൻ ഹോക്കിങ് നടന്നിരുന്നത് എന്ന കാലത്തെ സുഹൃത്തുക്കളെല്ലാം ഓർത്തെടുക്കുന്നു. റിമെമ്പർ. ഹി സ്പോക്ക് വിത്ത് വാട്ട് സൗണ്ട് ലൈക്ക് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. അദ്ദേഹത്തിൻ്റെ സംസാരം എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. ഹി ഹാഡ് എ സ്ലൈറ്റ് സ്പീച്ച് ഇംപെഡിമെൻറ്റ്. ഒരു സംസാര വൈകല്യമുള്ളതുപോലെ. ഇംപെഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എന്നാണ് അർത്ഥം അല്ലേ,
തടസ്സം. ഇവിടെ സ്പീച്ച് ഇംപെഡിമെൻ്റ് എന്ന് പറഞ്ഞാൽ സംസാര വൈകല്യം, മേ ബി സ്റ്റാമർ. സോ അറ്റ് ദാറ്റ് ടൈം സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് സ്റ്റാമറിങ് വൈൽ സ്പീക്കിംഗ്. ബട്ട് മോർ ദാൻ ദാറ്റ്, അതിലുപരിയായിട്ട് ദേ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ് ഇൻ സെഷൻസ് ഇൻവോൾവിംഗ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. അതിലുപരിയായിട്ട് അവർ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ദേ റിമെമ്പർ ഹിസ് ബ്രാഷ്നെസ്. ബ്രാഷ്നെസ് മീൻസ് ബോൾഡ്നെസ്, ധൈര്യം, അസാമാന്യ ധൈര്യത്തിന് ഉടമയായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. എവിടെയുള്ള ധൈര്യം? ഇൻ സെഷൻസ്, ചില മീറ്റിങ്ങുകളിലൊക്കെ, ഇൻവോൾവിംഗ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഡിസ്റ്റിങ്വിഷ്ഡ് സയൻറ്റിസ്റ്റ്. ചില ക്ലാസ്സുകളിൽ ഏറ്റവും മഹാന്മാരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളൊക്കെ ഇരിക്കുന്ന ആ ഒരു വേദിയിൽ അദ്ദേഹം അസാമാന്യമായ ധൈര്യം പ്രകടിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ധൈര്യം? വൈൽ അതർ യങ് റിസർച്ചേഴ്സ് കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്. മറ്റുള്ള റിസർച്ചേഴ്സൊക്കെ എന്ത് ചെയ്യണം? ദേ കെപ്റ്റ് എ റെവറൻഷ്യൽ സൈലൻസ്. ഒരു ആദരസൂചകമായിട്ടുള്ള രീതിയിൽ, ബഹുമാനിക്കത്തക്ക രീതിയിലുള്ള ഒരു നിശബ്ദത പുലർത്തിയ സമയത്ത് ഹോക്കിംഗ് ഡയറക്ട്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ഹോക്കിങ്ങിന് ഒന്നൊരു പ്രശ്നമില്ല, ആരായാലും എന്താ മൂപ്പർക്ക് ചോദിക്കാനുള്ള ചോദ്യമൊക്കെ മൂപ്പര് ഡയറക്ട്ലി ബ്രേവ്ലി ആസ്ക്ഡ് അൺഎക്സ്പെക്റ്റഡ് ആൻഡ് പെനിട്രേറ്റിംഗ് ക്വസ്റ്റ്യൻസ്. ആരും വിചാരിക്കാത്ത രീതിയിലുള്ള പെനിട്രേറ്റിംഗ്, തുളച്ചു കയറുന്ന രീതിയിലുള്ള, അല്ലേ, asking questions which has answers that demand thorough thinking. He clearly knew what he was talking about. അദ്ദേഹത്തിന് എന്ത് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നു. കാരണം എന്താണ്? അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം താൻ എന്താണ് ചോദിക്കുന്നത് എന്ന്. His reputation as a genius, another Einstein, began then. അന്ന് മുതലാണ് അദ്ദേഹത്തിന് ബുജി എന്ന രീതിയിൽ ആളുകൾ കാണാൻ തുടങ്ങിയത്. ഹിസ് റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ പേര്, ഒരു സൽപ്പേര് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ മറ്റൊരു ഐൻസ്റ്റീൻ എന്നുള്ള രീതിയിലൊക്കെ ആളുകൾ അദ്ദേഹത്തെ കാണാൻ തുടങ്ങിയാണ്. In 1980, a practical need for funds launched him into a new enterprise that was to have a far-reaching impact on the Hawkings and others all over the world. 1980 അദ്ദേഹത്തിന് കുറച്ച് ഫണ്ട്സിൻ്റെ, പൈസയുടെയൊക്കെ ആവശ്യമുണ്ടായിരുന്ന സമയത്ത് ഹി ലോഞ്ച്ഡ് എ ന്യൂ എൻ്റർപ്രൈസ്. പുതിയൊരു സംരംഭം അദ്ദേഹം ആരംഭിക്കുകയാണ്. അതാണെങ്കിലോ ദാറ്റ് വാസ് to have a far-reaching impact on the Hawkings and others all over the world. ആ എൻ്റർപ്രൈസിൻ്റെ ഫലം എന്ന് പറയുന്നത്, ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ദൂരവ്യാപകമായിരുന്നു, ഫാർ റീച്ചിങ് ആയിരുന്നു. ഹോക്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു എൻ്റർപ്രൈസാണ് അദ്ദേഹം തുടങ്ങിയത്. എന്താണ്? ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക് അബൌട്ട് ദ യൂണിവേഴ്സ്. പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. About the most interesting questions that had made him want to study cosmology and quantum theory. കോസ്മോളജി എന്ന് പറഞ്ഞാൽ പ്രപഞ്ചഘടനാ ശാസ്ത്രം എന്നാണല്ലേ. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിനെയാണ് കോസ്മോളജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം തിയറി കണികോർജവാദം. ഈ രണ്ട് സയൻസും പഠിക്കാൻ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ചില ചോദ്യങ്ങളായിരുന്നു. ആ ചോദ്യങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിനെ കൊണ്ട് ഇങ്ങനെ ഒരു പുസ്തകം എഴുതിപ്പിക്കാനും പ്രേരിപ്പിച്ചത്, അല്ലേ. തൻ്റെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ആ പുസ്തകം എഴുതാൻ പോവുകയാണ്. എന്തൊക്കെയായിരുന്നു ആ ചോദ്യം? വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് പ്രപഞ്ചോൽപത്തി? ഈസ് ദ യൂണിവേഴ്സ് ഇൻഫിനിറ്റ്? പ്രപഞ്ചം അനന്തമാണോ? ഓർ ഡസ് ഹാവ് എനി ബൗണ്ടറീസ്? ഡസ് ദ യൂണിവേഴ്സ് ഹാവ് എ ബൗണ്ടറി? ഡസ് ദ യൂണിവേഴ്സ് ഹാവ് എ ലിമിറ്റ്? വിൽ ഇറ്റ് കം ടു ആൻ എൻഡ്? പ്രപഞ്ചത്തിന് അന്ത്യമുണ്ടോ? ഇഫ് സോ ഹൗ? ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? ഈസ് ദർ എ കംപ്ലീറ്റ് തിയറി ഓഫ് ദ യൂണിവേഴ്സ് ആൻഡ് എവറിത്തിങ് ഇൻ ഇറ്റ്? പ്രപഞ്ചത്തെ കുറിക്കുന്ന, അതിലുള്ള എല്ലാത്തിനെയും സംബന്ധിച്ച, എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു തിയറി നിലവിലുണ്ടോ? ഈസ് ദർ എ ബിഗിനിങ് ഓഫ് ടൈം? സമയത്തിന് ഒരു തുടക്കം ഉണ്ടോ? കുഡ് ടൈം റൺ ബാക്ക്? സമയത്തിന് പിന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുമോ? ദ ബുക്ക് ബിഗിൻസ് ബൈ റിവൈൻഡിങ് ദ ഗ്രേറ്റ് തിയറീസ് ഓഫ് കോസ്മോസ് ഫ്രം ന്യൂട്ടൺ ടു എയിൻസ്റ്റൈൻ. ആ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടാണ്. അതായത് ന്യൂട്ടൺ മുതൽ എയിൻസ്റ്റൈൻ വരെയുള്ള സയൻറ്റിസ്റ്റിൻ്റെ പ്രപഞ്ചവാദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരുന്നു ആ പുസ്തകത്തിൻ്റെ തുടക്കം. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പുസ്തകം എഴുതിയത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. ഹി റോട്ട് ദ ബുക്ക് ടു മേക്ക് സയൻസ് അണ്ടർസ്റ്റാൻഡബിൾ ടു നോൺ സയൻറ്റിസ്റ്റ്. ശാസ്ത്രം എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, നോൺ സയൻറ്റിസ്റ്റിന് പോലും, സയൻസ് അറിയാത്ത ആളുകൾക്ക് പോലും മനസ്സിലാക്കുവാൻ വേണ്ടി എന്ന രീതിയിലാണ് അദ്ദേഹം ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഹി കംപ്ലീറ്റഡ് ദ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഇൻ 1984. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ പ്രിലിമിനറി വേർഷൻ ഓഫ് എ റിട്ടൺ വർക്ക്. പുസ്തകം പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഒരു എഴുത്തുപ്രതിയാണ് ഡ്രാഫ്റ്റ് എന്ന് പറയുക. അങ്ങനെ 1984 പൂർത്തിയാക്കിയത്. While the revision process was going on, he made a trip to Switzerland. ആ പുസ്തകത്തിൻ്റെ റിവിഷൻ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് പോകാനിടയായത്. There he was down with pneumonia and was left on a life support system.
അവിടെ വെച്ച് he got pneumonia and he was living there with the help of ventilator like life supporting system. ജീവൻ രക്ഷാ ഉപാധികളുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ ജീവൻ നിലനിർത്തിയത്. അത്രത്തോളം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നിരുന്നു, ന്യൂമോണിയ വളർന്നിട്ട്. ഡോക്ടേഴ്സ് ഗേവ് എ ചോയ്സ് as to whether a tracheotomy operation which would remove his windpipe should be conducted or not. ഡോക്ടേഴ്സ് അദ്ദേഹത്തിന് ഒരു ചോയ്സ് കൊടുക്കുകയാണ്. എന്താണ് ആ ചോയ്സ്? അദ്ദേഹത്തിന് ജീവിക്കാനൊരു അവസരമുണ്ട്. എങ്ങനെയാണെങ്കിൽ if a tracheotomy operation is conducted, ശ്വാസനാള ശസ്ത്രക്രിയ, അതിനെയാണ് ട്രക്കിയോട്ടമി എന്ന് പറയുന്നത്. ട്രക്കിയ, വിൻപൈപ്പ്, ശ്വാസനാളി, അത് ഓപ്പറേറ്റ് ചെയ്യണം. അത് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ. എന്നിട്ടോ വിച്ച് വുഡ് റിമൂവ് ഹിസ് വിൻ പൈപ്പ്, ആ വിൻ പൈപ്പ്, ശ്വാസം പോകുന്ന ആ ഒരു നാളി, അതെടുത്ത് കളയണം. ആ ഒരു ശസ്ത്രക്രിയ നടത്തണോ വേണ്ടയോ? അതാണ് ഡോക്ടർമാരുടെ ചോദ്യം. ഇറ്റ് മൈറ്റ് സേവ് ഹിസ് ലൈഫ്. അങ്ങനെ ചെയ്താൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിരിക്കും. ബട്ട് ആഫ്റ്റർവേർഡ്സ്, ശേഷം ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക് ഓർ മേക്ക് എ വോക്കൽ സൗണ്ട്. വിൻ പൈപ്പ് എടുത്തു കളഞ്ഞാൽ എന്ത് സംഭവിക്കും? ഹി വുഡ് നെവർ അഗെയിൻ ബി ഏബിൾ ടു സ്പീക്ക്. പിന്നീട് അദ്ദേഹത്തിന് വോക്കൽ കോഡ് പ്രവർത്തിപ്പിക്കാനാവില്ല. അതായത് ഓറൽ സൗണ്ട്സ്, വായ കൊണ്ട് ശബ്ദമുണ്ടാക്കാനോ സംസാരിക്കാനോ ഒന്നിനും സാധിക്കുകയില്ല. വിത്ത് ഗ്രേവ് മിസ്ഗിവിങ്സ്, ഒരുപാട് ഗ്രേവ് മീൻസ് സീരിയസ്, മിസ്ഗിവിങ്സ് ഡൗട്ട്സ്. ഭർത്താവാണ്, പിന്നീട് സംസാരിക്കാൻ സാധിക്കില്ല, ശ്വാസനാളി എടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വൈഫായിട്ടുള്ള ജെയിനിന് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ്, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ ഒടുക്കം വേറെ മാർഗമൊന്നുമില്ലാതെ അല്ലേ എന്ത് സമ്മതിക്കുകയാണ്? ജെയിൻ കൺസെൻറ്റഡ് ഫോർ ദ ഓപ്പറേഷൻ. ദ ഫ്യൂച്ചർ ലുക്ക് വെരി ബ്ലീക്ക്, ജെയിൻ റിമാർക്ഡ്. ജെയിനോട് ഒരിക്കൽ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് ജെയിൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്. ഭാവി വളരെ മിസറബിളായിട്ട്, അൺഹാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നിയത് അന്ന് എന്ന് ജെയിൻ പറഞ്ഞു. ബ്ലീക്ക് എന്ന് പറഞ്ഞാൽ മിസറബിൾ ഓർ അൺഹാപ്പി. ഹോക്കിംഗ് കുഡ് നോ ലോങ്ങർ ബ്രീത്ത് ത്രൂ ഹിസ് മൗത്ത് ആൻഡ് നോസ്. അദ്ദേഹത്തിന് മൂക്കിലൂടെയോ വായിലൂടെയോ ശ്വസിക്കാൻ സാധിക്കില്ല. ബട്ട് ഓൺലി ത്രൂ എ പെർമനൻറ്റ് ഓപ്പണിംഗ് മെയ്ഡ് ഇൻ ഹിസ് ത്രോട്ട്. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലുണ്ടാക്കിയ ഒരു ചെറിയ ഓപ്പണിംഗ്, അതിലൂടെ മാത്രം. ആഫ്റ്റർ മെനി വീക്സ് ഓഫ് ഇൻറ്റൻസീവ് കെയർ ഹി വെൻറ്റ് ഹോം ടു ജോയിൻ ജെയിൻ ആൻഡ് ഹിസ് 3 ചിൽഡ്രൻ. ഒരുപാട് ആഴ്ചകൾക്ക് ശേഷം, ആശുപത്രിവാസത്തിന് ശേഷം, ഹോക്കിംഗ് ഭാര്യയുടെയും 3 മക്കളുടെയും പക്കലേക്ക് എത്തിച്ചേരുകയാണ്. ഹി വാസ് സ്റ്റിൽ ടു വീക്ക് ആൻഡ് ഇൽ ടു കണ്ടിന്യൂ ഹിസ് റിസർച്ച്. ടു means he was very weak and ill that he could not continue his research. ന്റെ ഉപയോഗം പണ്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരു എക്സാമ്പിൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. The tea is too hot to drink. നമ്മുടെ മുന്നിൽ ഒരു കപ്പ് ചായ കൊടുന്ന് വയ്ക്കുകയാണ്. അത് കുടിക്കാൻ പ്രയാസമാണ്. കാരണം ഭയങ്കര ചൂടാണെങ്കിൽ എന്താ പറയാം, ഇത് കുടിക്കാൻ പറ്റില്ല അല്ലേ, നല്ല ചൂടാണ്. The tea is too hot to drink. The tea is very hot that I cannot drink it. അതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ അദ്ദേഹം അപ്പോഴും വളരെ വീക്കായിരുന്നു, അതുപോലെ തന്നെ അസുഖബാധിതനായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ആ സമയത്ത് വോൾട്ടോസ്, എ കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഇൻ കാലിഫോർണിയ, സെൻഡ് ഹിം എ പ്രോഗ്രാം ഹി ഹാഡ് ഡെവലപ്ഡ് കോൾഡ് ഈക്വലൈസർ. അങ്ങനെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറായിട്ടുള്ള കാലിഫോർണിയയിൽ നിന്നുള്ള വോൾട്ടോസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ എക്സ്പേർട്ട് ഒരു പ്രോഗ്രാം തയ്യാറാക്കി. ഈക്വലൈസർ എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര്. എന്നിട്ടോ വിച്ച് അലൗഡ് ഹോക്കിംഗ് ടു സെലക്ട് വേർഡ്സ് ഫ്രം ദ സ്ക്രീൻ. ആ പ്രോഗ്രാം ഹോക്കിങ്ങിനെ സഹായിക്കുകയാണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ ചില വാക്കുകൾ തെളിഞ്ഞു വരും. അങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അല്ലേ, വാക്കുകൾ അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രീനിലൂടെ പോകുന്ന സമയത്ത് ഹോക്കിംഗ് വാസ് ഏബിൾ ടു സെലക്ട് എ ഡിസൈർഡ് വേർഡ്. അദ്ദേഹത്തിന് അതിൽ നിന്ന് ആവശ്യമുള്ള വാക്കുകൾ തിരഞ്ഞെടുത്ത് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോഗ്രാം. ഹി തോട്ട് ഹി വുഡ് ബി അണേബിൾ ടു ഫിനിഷ് ഹിസ് ബുക്ക്. അദ്ദേഹം വിചാരിച്ചത് തനിക്ക് തൻ്റെ പുസ്തകം കംപ്ലീറ്റ് ആക്കാൻ സാധിക്കില്ല എന്നാണ്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ഹിസ് സ്റ്റുഡൻറ്റ് ബ്രൈൻ വീറ്റ്, A Brief History of Time was published in 1988. എന്തായാലും ശരി, അദ്ദേഹത്തിൻ്റെ കാലത്തെ മികച്ച പുസ്തകമായിട്ടുള്ള എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം 1988 ബ്രയൻ വിറ്റ് എന്ന് പറയുന്ന തൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ സഹായത്തോടുകൂടി പബ്ലിഷ് ചെയ്യുകയാണ്. സെപ്റ്റംബർ 2005 saw the release of an abridged version of original book. സെപ്റ്റംബർ 2005 സാക്ഷിയായി എന്തിന്? The release of an abridged version. അബ്രിഡ്ജ് സംഗ്രഹത്തിനെയാണല്ലോ അബ്രിഡ്ജ് എന്ന് പറയുക, ചുരുക്കം. ഇപ്പോൾ ഒറിജിനൽ പുസ്തകത്തിൻ്റെ ഒരു സംഗ്രഹം അത് 2005 പുറത്തിറങ്ങുകയും ചെയ്തു. ദിസ് വേർഷൻ വാസ് അപ്ഡേറ്റഡ് ടു അഡ്ജസ്റ്റ് ദ ന്യൂ ഇഷ്യൂസ് ദാറ്റ് ഹാഡ് അറൈസൺ ഡ്യൂ ടു ഫർദർ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ്. നമുക്കറിയാം, സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ്. പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് ദിസ് വേർഷൻ ഹാസ് ടു ബി അപ്ഡേറ്റഡ്. ഈ ഒരു പുസ്തകവും അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. One will encounter a multitude of paradoxes in the book. ആ പുസ്തകത്തിൽ ഒരാൾ എൻകൗണ്ടർ ചെയ്യും, ഒരാൾ ഫേസ് ചെയ്യും എന്ത്?
A multitude means a group of paradoxes. പാരഡോക്സ് വിപരീത ആശയങ്ങൾ, വിരോധാഭാസങ്ങൾ, അല്ലേ, വൈരുദ്ധ്യപരമായിട്ടുള്ള കാര്യങ്ങളെയാണ് പാരഡോക്സ് എന്ന് പറയുക. എന്തൊക്കെയാണ് പാരഡോക്സസ് എന്നാണ് പറയുന്നത്? ഇൻ സയൻസ് ആൻഡ് വിത്ത് പീപ്പിൾ, ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും, തിങ്സ് ആർ ഓഫൺ നോട്ട് വാട്ട് ദേ സീം. കാര്യങ്ങളെല്ലാം കാണുന്നത് പോലെയല്ല. മനുഷ്യരെ കാണുമ്പോൾ നല്ല ആൾക്കാരാണെന്ന് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കില്ല. സയൻസിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. കാണുന്നത് സത്യമാണെന്ന് തോന്നും, പക്ഷേ അത് പലപ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ആൻഡ് pieces that ought to fit together refuse to do so. നമുക്ക് തോന്നും രണ്ട് കഷ്ണങ്ങൾ തമ്മിൽ യോജിപ്പിച്ചാൽ അത് യോജിച്ച് നിന്നോളുമെന്ന്, പക്ഷേ പലപ്പോഴും അതങ്ങനെയാവില്ല. യു വിൽ ലേൺ ദാറ്റ് ബിഗിനിങ്സ് മേ ബി എൻഡിങ്സ്. നിങ്ങൾ പഠിക്കും പലപ്പോഴും തുടക്കം പലതിൻ്റെയും ഒടുക്കവുമാകാറുണ്ട് എന്ന്, അല്ലേ. നമ്മൾ നല്ലൊരു കാര്യം തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല, തുടക്കം തന്നെയായിരിക്കും ഒടുക്കവും. ക്രൂവൽ സർക്കംസ്റ്റാൻസസ് ക്യാൻ ലീഡ് ടു ഹാപ്പിനെസ് ഓൾദോ ഫെയിം ആൻഡ് സക്സസ് മേ നോട്ട്. ചില സമയത്ത് ക്രൂരമായ സാഹചര്യങ്ങൾ ഭാവിയിൽ സന്തോഷമുണ്ടാക്കിയേക്കാം. അതേസമയം പ്രശസ്തിയും വിജയവും ഒരുപക്ഷെ നമുക്ക് ആ സന്തോഷം നൽകിയെന്നും വരില്ല. At first, some difficult situation may be appeared unfavorable, but later on it may change to happiness. ഒരു തരത്തിൽ ഫിലോസഫിക്കൽ തോട്ട്സ് ആണല്ലേ. അടുത്തൊരു പാരഡോക്സ് എന്താണെന്ന് പറയുന്നത്, ടു ഗ്രേറ്റ് സയന്റിഫിക് തിയറീസ് ടേക്കൻ ടുഗദർ സീം ടു ഗിവ് അസ് നോൺസെൻസ്. എത്ര വലിയ ശാസ്ത്ര സിദ്ധാന്തമാണെങ്കിലും ശരി, നമ്മൾ രണ്ടേയും കൂടി ഒരുമിച്ച് കൂട്ടിയെന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും പൊട്ടത്തെറ്റാണെന്ന് നമുക്കൊരു പക്ഷേ തോന്നാം. എംപ്റ്റി സ്പേസ് ഈസിൻറ്റ് എംപ്റ്റി. നമുക്ക് ശൂന്യമാണെന്ന് കരുതുന്ന സ്ഥലം ഒരുപക്ഷെ ശൂന്യമായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ശൂന്യമല്ല. ബ്ലാക്ക് ഹോൾസ് ആർ ഇൻ ബ്ലാക്ക്. തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല, അല്ലേ. ബ്ലാക്ക് ഹോൾസ് എന്ന് പേരുള്ളൂ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് ബ്ലാക്ക്. And a man whose appearance in space shock and pity takes us laughing to where the boundaries of time and space ought to be but are not. വല്ലാത്തൊരു സെൻറ്റൻസ് ആണല്ലേ, പക്ഷെ ഒന്നുമില്ല. എ മാൻ, ഒരു മനുഷ്യൻ, whose appearance in space shock and pity, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ if we look at that man he will frighten us or we will feel pity on him. അല്ലെ, നമ്മളൊരാളെ കാണുന്ന സമയത്ത് അദ്ദേഹം നമ്മളിൽ ഷോക്ക് ഉണ്ടാക്കുകയോ പേടിപ്പിക്കുകയോ അതോ അല്ലെങ്കിൽ നമ്മളിലൊരു ദയ ജനിപ്പിക്കുകയോ ചെയ്തേക്കാം. അങ്ങനെയുള്ളൊരു മനുഷ്യൻ നമ്മളെന്ത് ചെയ്യും? നമ്മളെ ചിരിപ്പിച്ചിട്ട് കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? ടു വെയർ ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഓട്ട് ടു ബി ബട്ട് ആർ നോട്ട്. അത് രണ്ടും കൂടി ഒരുമിച്ച് വായിച്ചാൽ അതിൻ്റെ അർത്ഥം കിട്ടും. ഏത്? ദ ബൗണ്ടറീസ് ഓഫ് ടൈം ആൻഡ് സ്പേസ് ഓട്ട് ടു ബി ബട്ട് ആർ നോട്ട്. ബട്ട് ആർ നോട്ട് മീൻസ് ബട്ട് ദർ ആർ നോ ബൗണ്ടറീസ് ഓർ സ്പേസ്. അതായത് അങ്ങനെ സീരിയസ് ആയിട്ടുള്ള മുഖമുള്ള അല്ലെങ്കിൽ ദയജനിപ്പിക്കുന്ന മുഖമുള്ള ഒരു മനുഷ്യൻ നമ്മളെ ചിരിപ്പിച്ച്, അതായത് ലിമിറ്റ്ലെസ് ലാഫിലേക്കാണ് നമ്മളെ ചിരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ഹി ടേക്സ് അസ് ടു ലിമിറ്റ്ലെസ് ലാഫ്. അതായത് അജാന സൈസുള്ള ക്രൂരമായ കണ്ണുകളുള്ള ഒരു മനുഷ്യൻ, വളരെ ചെറിയ കുട്ടിയുടെ ശബ്ദം എങ്ങനെ ഉണ്ടാവും? ദാറ്റ്സ് ഇറ്റ്. It is of course a miracle that Hawking has been able to achieve everything he has. തീർച്ചയായിട്ടും ഒരു മിറക്കിളാണ്, അത്ഭുതമാണ്. എന്ത്? ദാറ്റ് ഹോക്കിംഗ് ഹാസ് ബീൻ ഏബിൾ ടു അച്ചീവ് എവറിത്തിങ് ഹി ഹാസ്. അദ്ദേഹത്തിന് ഇപ്പോൾ നേടിയതെല്ലാം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ. ദാറ്റ് ഹി ഈസ് സ്റ്റിൽ അലൈവ്. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. ഇപ്പോൾ എന്ന് പറയുമ്പോൾ when Kitty Gale Ferguson has written this biography. Unfortunately, our Stephen Hawking passed away in 2018. അല്ലേ? മാർച്ച് 14, 76-ാമത്തെ വയസ്സിൽ 2018 അദ്ദേഹം മരിക്കുകയുണ്ടായിട്ടുണ്ട്. However, when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he seems to himself. However, എന്നിരുന്നാലും when you experience his intelligence and humor, അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും അദ്ദേഹത്തിൻ്റെ നർമ്മബോധവും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, അനുഭവിക്കുകയാണെങ്കിൽ, you begin to take his unusual mode of communication. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്തുദ്ദേശിക്കുന്നത്? അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ലല്ലോ, വിൻ പൈപ്പ് എടുത്തു കളഞ്ഞതാണല്ലോ. അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിൻ്റെ സഹായത്തോടുകൂടിയാണ്. ഹിസ് കമ്മ്യൂണിക്കേഷൻ ഈസ് ബൈ ദ എയ്ഡ് ഓഫ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം. ദാറ്റ് ഈസ് അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. You begin to take his unusual mode of communication and his obviously catastrophic physical problems. അദ്ദേഹത്തിൻ്റെ obviously means clearly, തീർച്ചയായിട്ടുമുള്ള വ്യക്തമായിട്ടുള്ള കറ്റാസ്ട്രോഫിക് ഹാംഫുൾ ഫിസിക്കൽ പ്രോബ്ലംസ്. അദ്ദേഹത്തിന് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ട്. ആ ശാരീരിക പ്രശ്നവും ഈ ഒരു അൺയൂഷ്വൽ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഒക്കെ ഉണ്ടെങ്കിലും എന്താണ്? യു വിൽ നോട്ട് ടേക്ക് ഇറ്റ് മോർ സീരിയസ്ലി ദാൻ ഹീ സീംസ് ടു ഹിംസെൽഫ്. അദ്ദേഹവും അതിനെ വളരെ ഗൗരവമായിട്ട് കാണുന്നില്ല, നിങ്ങൾക്കും ഗൗരവമായിട്ട് കാണാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹ്യൂമർ സെൻസും അതുപോലെ തന്നെ ഇൻ്റലിജൻസും, അല്ലേ? ഓൾ ഹിസ് ഡിഫോമിറ്റീസ്, ഓൾ ഹിസ് ലിമിറ്റേഷൻസ് വിൽ ബി ഫോർഗോട്ടൺ ഇഫ് വി എക്സ്പീരിയൻസ് ഹിസ് ഇൻ്റലിജൻസ് ആൻഡ് ഹ്യൂമർ. ദാറ്റ് ഈസ് എക്സാക്ട്ലി ദ വേ ഹി വാണ്ട്സ് ഇറ്റ്. അദ്ദേഹത്തിനും അത് തന്നെയാണ് ആവശ്യം. തൻ്റെ പരാധീനതകൾ കണ്ട് വിലപിക്കുന്ന ഒരു ഹൃദയമല്ല അദ്ദേഹത്തിന് ആവശ്യം,
മറിച്ച് he chooses to ignore the difficulty and he expects others to adopt the same attitude. സ്വന്തം പ്രശ്നങ്ങളെയെല്ലാം ഡിഫിക്കൽട്ടീസിനെയൊക്കെ എന്താണ് തള്ളിക്കളയാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. he wishes to ignore, തള്ളിക്കളയുക, the difficulty and he expects others, മറ്റുള്ളവരും അങ്ങനെ ചെയ്യണമെന്ന്, to adopt the same attitude, താൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയെല്ലാം തള്ളിക്കളയണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. സ്റ്റീഫൻ ഹോക്കിംഗ് ഹാസ് ഓവർകം ഹിസ് ക്രിപ്ലിംഗ് ഡിസീസ് ടു ബിക്കം ദ സൂപ്പർനോവ ഓഫ് വേൾഡ് ഫിസിക്സ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്രിപ്ലിംഗ് ഡിസീസ് അദ്ദേഹം തരണം ചെയ്തു. എന്നിട്ടോ ലോക ഭൗതിക ശാസ്ത്രത്തിൻ്റെ മിന്നുന്ന നക്ഷത്രമായിട്ട് അദ്ദേഹം മാറുകയാണ്. സോ ദിസ് ഈസ് ദ ബയോഗ്രഫി ഓഫ് സ്റ്റീഫൻ ഹോക്കിംഗ് by Kitty Gale Ferguson. Hope you understood the chapter very well. Meet you all soon with something more. Thank you.